നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ മനസാന്നിധ്യം കൊണ്ട് തിരികെ ലഭിച്ചത് 80 ലക്ഷത്തിലധികം രൂപ. കവർച്ചാ ശ്രമത്തിന് ശേഷം ഓടിയ കള്ളനെ കാൽ വെച്ച് താഴെ വീഴ്ച ഗൾഫുകാർക്കിടയിൽ ഇപ്പോൾ താരമായി മാറിയിരിക്കുകയാണ് മലയാളിയായ ജാഫർ. വടകര വള്ളിയോട് പാറപ്പുറത്ത് ജാഫറിന്റെ സംയോജിതമായ ഇടപെടൽ കാരണം 80 ലക്ഷത്തിലധികം രൂപയാണ് തിരികെ ലഭിച്ചത്. ജാഫർ കള്ളനെ വീഴ്ത്തിയതോടെ പിന്നാലെ വന്ന ആളുകൾ ചേർന്ന് കീഴടക്കുകയായിരുന്നു. ഓടിപ്പോകുകയായിരുന്ന കള്ളനെ നിമിഷ നേരം കൊണ്ടാണ് ജാഫർ കുത്തുകാല് വെച്ച് താഴെ വീഴ്ചത്. കഴിഞ്ഞ ദിവസം ബനിയ സ്ക്വയർ ലാൻഡ് മാർക്ക് ഹോട്ടലിന് സമീപമുള്ള ഗിഫ്റ്റ് ഷോപ്പിനരികിലാണ് സംഭവം നടന്നത്. വിസിറ്റിംഗ് വിസയിൽ നാട്ടിൽ നിന്നെത്തിയ ജാഫർ ബന്ധുവിന്റെ ജ്യൂസ് കടയിൽ സഹായിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഉച്ച കഴിഞ്ഞ് പെട്ടെന്നാണ് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ബന്ധു നജീബ് കള്ളൻ പിടിച്ചോ എന്നലറിയത്. കടയിൽ നിന്ന് ജാഫർ പെട്ടെന്ന് ഇറങ്ങി നോക്കുമ്പോൾ പാഞ്ഞു വരുന്ന കള്ളനെയാണ് കണ്ടത്. പിന്നീട് ഒട്ടും ചിന്തിച്ചില്ല, കാല് വെച്ച് കള്ളനെ വീഴ്ത്തുകയായിരുന്നു. തെറിച്ചു വീണ കള്ളൻ വീണ്ടും ഓടാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും എല്ലാവരും ഓടിയെത്തി കള്ളനെ പിടികൂടുകയായിരുന്നു. തുടർന്ന് പോലീസിന് കൈമാറി. ബാങ്കിൽ നിക്ഷേപിക്കാൻ കൊണ്ടുപോയ ഇന്ത്യക്കാരന്റെ പണമാണ് തിരികെ കിട്ടിയതെന്ന് അറിയുന്നു. 4 ലക്ഷത്തോളം ദിർഹമുണ്ടായിരുന്നു. 30 വയസ്സുള്ള ഏഷ്യക്കാരനാണ് പിടിയിലായത്. കള്ളനെ കയറി പിടിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് കാല് വെച്ച് വീഴ്ക്കാനാണ് തോന്നിയതെന്ന് ഫുട്ബോൾ കളിക്കാരൻ കൂടിയായ ജാഫർ പറയുന്നു. ഒരുപക്ഷെ കളിയിലുള്ള പരിചയം ഇതിനൊരു മുതൽക്കൂട്ടാവുകയായിരുന്നു. മുൻപ് അലൈനിൽ ഷെയ്ഖ് ഈസ ബിൻ സായിദ് അൽ നെഹ്യാന്റെ കൊട്ടാരത്തിൽ ഡ്രൈവറായിരുന്ന ജാഫർ അടുത്ത ജോലിയിൽ പ്രവേശിക്കാനായിട്ടാണ് ദുബായിലെത്തിയത്. ഉമ്മ ജാസ്മിൻ, ഭാര്യ ഹസീന, മക്കൾ നെദ, നേഹ, മുഹമ്മദ് നെഹ്യാൻ. മുൻപ് ജോലിക്ക് നിന്നിരുന്ന കൊട്ടാരത്തിന്റെയും ഷെയ്ഖിന്റെയും എല്ലാം ഓർമ്മയ്ക്കാണ് നെഹ്യാൻ എന്ന് മകന്റെ പേരിനൊപ്പം ചേർത്തതെന്നും ജാഫർ പറയുന്നു. ഖാലിദ് എന്ന വ്ലോഗർ ജാഫറിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.